എല്ലാവർക്കും സൈഡ് ഡ്രോപ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് അതിലെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അന്തരീക്ഷ പാളികളാണ്, അഥവാ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ കൺസെപ്റ്റുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്തു വെക്കണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അന്തരീക്ഷത്തിന്റെ പാളികളും അവയുടെ സവിശേഷതകളും മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അന്തരീക്ഷത്തിന്റെ പാളികളെ പറ്റി പഠിക്കാം. ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിന്റെ പാളികൾ. എന്താണ് അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്? ഭൂമിയെ ചുറ്റിയുള്ള, അതായത് ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള വായു പാളികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ഭൂമിയെ ഒരു പുതപ്പ് പോലെ സംരക്ഷിക്കുന്ന ഗ്യാസസിന്റെ ലെയേഴ്സിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പ്രധാനമായും 5ആയിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിനെ, അതായത് അന്തരീക്ഷത്തിന്റെ പാളികളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 0 to 12 കിലോമീറ്റർ ആണ്. അപ്പോൾ റീജിയൺ അനുസരിച്ച്, അതായത് ഇക്വേറ്റർ പോൾ അനുസരിച്ച് സ്ലൈറ്റ്ലി ഇത് വേരി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി എന്ന് ചോദിച്ചാൽ അതെന്താണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഇവിടെയാണ് മഴ, മിന്നൽ, മേഘങ്ങളൊക്കെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് അന്തരീക്ഷ ഭാരത്തിന്റെ, അതായത് മാസിന്റെ, അറ്റ്മോസ്ഫിയറിക് മാസിന്റെ 75% എന്താണ്? ഈ പാളിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? അന്തരീക്ഷ ഭാരത്തിന്റെ 75% ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. മഴ, മിന്നൽ, മേഘങ്ങൾ തുടങ്ങിയതെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അതുപോലെ ഉയരവും കിലോമീറ്ററും പഠിച്ചു വെക്കുക. ക്ലിയർ? അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെയർ ആണ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? കാരണം നമ്മുടെ ഓസോൺ പാളി എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ ആണ് കാണപ്പെടുന്നത്. എന്താണ് ഓസോൺ പാളിയുടെ പ്രത്യേകത? സണ്ണിൽ നിന്നുള്ള ഹാനികരമായ UV റേഡിയേഷൻസിനെ ആഗിരണം ചെയ്യുന്നത് ആരാണ്? ഓസോൺ പാളിയാണ്, അല്ലെ? അപ്പോൾ ഓസോൺ ആഗിരണം ചെയ്യുന്നത് മൂലം ഉയരം കൂടുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് വർദ്ധിക്കുന്നു? ടെമ്പറേച്ചർ വർദ്ധിക്കുന്നു, അതായത് താപനില വർദ്ധിക്കുന്നു. അതേസമയം ട്രോപ്പോസ്ഫിയറിലാണെങ്കിൽ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ ഓസോൺ ഈ UV വികിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് മൂലം താപനില വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ജെറ്റ് വിമാനങ്ങൾ ഇവിടെയാണ് പറക്കുന്നത്. കാരണം ഇവിടെ ചലനം കുറവാണ്. അതുകൊണ്ട് ജെറ്റ് വിമാനങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് ഓസോൺ പാളി ഇവിടെയാണുള്ളത്, ജെറ്റ് വിമാനങ്ങൾ ഇവിടെയാണ് പറക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഉയരവും ഓർത്തിരിക്കുക. അടുത്ത ലെയർ ആണ് മീസോസ്ഫിയർ. മീസോസ്ഫിയർ എന്ന് പറയുന്നത് അതിന്റെ ഉയരം 50 to 85 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ ഓർത്തിരിക്കണം കേട്ടോ. ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് ഇതൊരു തണുത്ത പാളിയാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും തണുപ്പുള്ള പാളി എന്ന് പറയുന്നത് ഏതാണ്? മീസോസ്ഫിയർ ആണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെ ഈ ഘർഷണം മൂലം ഉൽക്കകൾ ഇവിടെ കത്തുന്നു. അപ്പോൾ ഉൽക്കകൾ കത്തുന്നത് എവിടാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? മീസോസ്ഫിയറിലാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഓസോൺ ലെയർ ഇല്ലാത്തത് കൊണ്ട് മുകളിലേക്ക് പോകും തോറും, ഉയരം കൂടുന്തോറും ഇവിടെ എന്താണ്? ടെമ്പറേച്ചർ കുറയുന്നു, താപനില കുറയുന്നു. അതുകൊണ്ടാണ് ഇത് എന്തെന്ന് പറയുന്നത്? തണുപ്പുള്ള പാളി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കാം. അടുത്ത ലെയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയർ ആ ഒരു പേരിൽ തന്നെയുണ്ട്, അല്ലെ? തെർമോ എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ വളരെ കൂടുതലുള്ള ഒരു ലെയർ ആണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ചൂടുള്ള പാളി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എക്സ്റേ, അതുപോലെ തന്നെ സൂര്യനിൽ നിന്നുള്ള UV റേസുകളൊക്കെ ഇവിടെ ആഗിരണം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? താപനില വളരെ ഗണ്യമായി തന്നെ വർദ്ധിക്കുന്നു. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 85 തൊട്ട് 600 കിലോമീറ്റർ വരെയാണ്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സ്പേസ് ഷട്ടിൽ, അതായത് ബഹിരാകാശ വാഹനങ്ങളും അതുപോലെ തന്നെ കുറച്ചില ഉപഗ്രഹങ്ങളും ഈ പാളിയിൽ പ്രവർത്തിക്കുന്നു.
ഓക്കെ. ഇനി അതുപോലെ തന്നെ അയണോസ്ഫിയർ അത് നമുക്ക് പഠിക്കും. നമ്മൾ അടുത്ത ലെയർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അയണോസ്ഫിയർ ഇവിടെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ അറോറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലൈറ്റിന്റെ ഒരു പ്രതിഭാസമാണ് ഒറോറ എന്ന് പറയുന്നത്. അത് കാണപ്പെടുന്നതും ഈ തെർമോസ്ഫിയറിലാണ്. അയണോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഈ അയണോസ്ഫിയർ എവിടെയാണ്? തെർമോസ്ഫിയറിലാണ് ഉള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കുക. ചൂടുള്ള പാളി എന്നറിയപ്പെടുന്നത് തെർമോസ്ഫിയർ ആണ്. നിരവധി സ്പേസ് ഷട്ടിലുകൾ കാണപ്പെടുന്നത് തെർമോസ്ഫിയറിൽ. UV റേസ് ഒക്കെ ആഗിരണം ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഉയരത്തോടൊപ്പം ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ക്ലിയർ? അടുത്ത ലെയർ എക്സോസ്ഫിയർ. ഇതാണ് അന്തരീക്ഷത്തിന്റെ ഏറ്റവും പുറമേ ഉള്ള പാളിയാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമിയുടെ തൊട്ടടുത്തുള്ളത് എന്താണ്? ട്രോപ്പോസ്ഫിയർ. ഏറ്റവും പുറത്തെ പാളി ഏതാണ്? എക്സോസ്ഫിയർ ആണ്. 600 തൊട്ട് 10,000 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഒരു റേഞ്ച്, ഉയരത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന സവിശേഷതകൾ ചോദിച്ചാൽ ഇവിടെ വായു തന്മാത്രകൾ എന്താണ്? വളരെ കുറവാണ്. ഈ പാളി പലപ്പോഴും എന്താണ്? നമ്മുടെ ബഹിരാകാശവും അന്തരീക്ഷവും തമ്മിലുള്ള ഒരു അതിർത്തിയായിട്ട്, അതായത് ഇത് കഴിഞ്ഞാൽ എന്താണ്? ബഹിരാകാശമാണ്. ഓക്കെ. ഇനി ഹൈഡ്രജൻ, ഹീലിയം പോലെയുള്ള വളരെ കുറവ് സാന്ദ്രതയുള്ള വാതകങ്ങളാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്. ഇനി സാറ്റലൈറ്റ്, അതായത് ഉപഗ്രഹങ്ങളും മറ്റ് ബഹിരാകാശ വസ്തുക്കളും ഒക്കെ എക്സോസ്ഫിയറിലും അതിനടുത്തുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭ്രമണം ചെയ്യുന്നത്. അപ്പോൾ എക്സോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? അന്തരീക്ഷത്തിന്റെ ഏറ്റവും പുറത്തെ പാളിയാണ്. ഇവിടെ വായു തന്മാത്രകൾ വളരെ കുറവാണ്. അതായത് നമ്മുടെ ഒരു അതിർത്തിയായിട്ട്, അല്ലെ, സ്പേസുമായിട്ടുള്ള ഒരു അതിർത്തിയാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. സാറ്റലൈറ്റുകൾ കാണപ്പെടുന്നു. ഹൈഡ്രജൻ, ഹീലിയം പോലെയുള്ള വളരെ കുറവ് സാന്ദ്രതയുള്ള വാതകങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അന്തരീക്ഷത്തിലെ 5 പ്രധാന പാളികളുടെ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകളാണ് നമ്മൾ നോക്കിയത്. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെയറും കൂടെ എക്സാമിനൊക്കെ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതാണ് അയണോസ്ഫിയർ. എന്താണ് അയണോസ്ഫിയർ? അയണോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെയാണ്. അതായത് കൂടുതൽ ഭാഗവും തെർമോസ്ഫിയറിലാണ് ഇത് കിടക്കുന്നത്. ഈ ഒരു പിക്ചറിൽ കാണപ്പെടുന്നത് പോലെ തെർമോസ്ഫിയറിലും അതുപോലെ തന്നെ കുറച്ച് ഭാഗം മീസോസ്ഫിയറിലും കുറച്ച് ഭാഗം എക്സോസ്ഫിയറിലും ഉണ്ട്. അപ്പോൾ കൂടുതൽ എവിടെയാണ്? തെർമോസ്ഫിയറിലാണ്. ഇനി എന്തുകൊണ്ടാണ് അയണോസ്ഫിയർ എന്നൊരു പേര് വന്നത്? അതായത് സൂര്യന്റെ അൾട്രാവയലറ്റ് റേഡിയേഷൻ, എക്സ്റേ റേഡിയേഷൻ ഇതുമൂലം അവിടെ എന്ത് ഉണ്ടാകുന്നു? അയണൈസേഷൻ നടക്കുന്നു. അതായത് അയോണുകളും ഫ്രീ ഇലക്ട്രോണുകളും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് അവിടെയുള്ള ഓക്സിജൻ, ഗ്യാസ്, നൈട്രജൻ ഇവ എന്താണ്? അയണൈസ് ചെയ്യുന്നു. ഓക്കെ. അതുകൊണ്ടാണ് അയണോസ്ഫിയർ എന്നൊരു പേര്. അയണോസ്ഫിയർ. കണ്ടോ? അപ്പൊ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഈ പ്രതിഭാസമാണ് അറോറ എന്നറിയപ്പെടുന്നത്. അതായത് ധ്രുവദീപ്തി ഇവിടെ ഉണ്ടാകുന്നു. അപ്പോൾ അറോറകൾ എവിടെയാണ് കാണപ്പെടുന്നത്? അയണോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. എന്താണ് അറോറകൾ? ഈ ഒരു പിക്ചർ കണ്ടോ? ഇങ്ങനെയുള്ള ഒരു ലൈറ്റിന്റെ ഒരു പ്രതിഭാസം. അതായത് അയണോസ്ഫിയറിൽ പ്രധാനമായും ഈ ധ്രുവങ്ങൾക്ക് സമീപമുള്ള ആറ്റങ്ങളുമായിട്ട് സൂര്യനിൽ നിന്ന് വരുന്ന, സണ്ണിൽ നിന്ന് വരുന്ന ഹൈ എനർജി പാർട്ടിക്കിളുമായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു, പ്രതിപ്രവർത്തനം നടക്കുന്നു. മനസ്സിലായോ? അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അറോറകൾ എന്ന് പറയപ്പെടുന്നത്. ഇവ ദക്ഷിണ ധ്രുവത്തിലാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ അറോറ ഓസ്ട്രേലിസ് എന്നും, ഉത്തര ധ്രുവത്തിലാണെങ്കിൽ അറോറ ബോറിയാലിസ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ ആ പേരുകൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അറോറകൾ സംഭവിക്കുന്നു. അറോറകൾ എങ്ങനെയാണ് വരുന്നത്? ധ്രുവങ്ങൾക്ക് സമീപമുള്ള ആറ്റങ്ങളുമായിട്ട് ഉയർന്ന ഊർജ്ജമുള്ള സൗരകണങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രതിപ്രവർത്തനം നടത്തുന്നു. അതുവഴിയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസം കിട്ടുന്നത്. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് അടുത്ത 2 പോയിന്റുകളാണ്. ഇവിടെ എന്താണ്? റേഡിയോ വേവ്സ് ഉണ്ട്, റേഡിയോ തരംഗങ്ങൾ. ഈ റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് ഇവിടെ ദീർഘദൂര ആശയവിനിമയം, അതായത് ടെലികമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു. അതുപോലെ തന്നെ റേഡിയോ നേവിഗേഷൻ, അതായത് GPS, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം എവിടെയാണ്? അയണോസ്ഫിയറിലാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ അയണോസ്ഫിയറിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ അറോറകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ GPS, റേഡിയോ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം എവിടെയാണ്? അയണോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും പോയിന്റ്സുകളൊക്കെ അയണോസ്ഫിയറിന്റെ പഠിച്ചു വെക്കുക. അപ്പം ഇത്രയും ലെയേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? അന്തരീക്ഷ പാളികളും അവയുടെ സവിശേഷതകളും തമ്മിൽ മാച്ച് ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറുമായിട്ട് ചേരുന്നത് പോയിന്റ് ഏതാണ്? മൂന്നാമത്തെ പോയിന്റ്, മൊത്തം അന്തരീക്ഷ ഓസോണിന്റെ ഭൂരിഭാഗവും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഓസോൺ അടങ്ങിയിരിക്കുന്ന എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്.
ഇനി എക്സോസ്ഫിയറിൽ എന്താണ്? നാലാമത്തെ പോയിന്റ്, ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? എക്സോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഇനി ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഭൂമിയുടെ തൊട്ടടുത്തുള്ളതാണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ്? അവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ താപനില എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആണ് ട്രോപ്പോസ്ഫിയർ. ഇനി അയണോസ്ഫിയർ. ഇപ്പൊ നമ്മൾ അയണോസ്ഫിയറിനെ കുറിച്ച് പഠിച്ചു അല്ലെ. എന്താണ് അയണോസ്ഫിയറിൽ നടക്കുന്നത്? അറോറ ബൊറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. ഇതെവിടെയാണ്? അയണോസ്ഫിയറിലാണ്. അപ്പം ആൻസർ എന്ത് വരും? ആൻസർ ബി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ വേണമെങ്കിൽ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് തംസ് അപ്പ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്കും കൂടെ ചെയ്യണം. താങ്ക്